ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ സാധാരണയായി കാണുന്ന ഒരു ശ്വാസകോശ രോഗത്തെക്കുറിച്ചാണ്. ആസ്തമ എന്ന് പറയുന്നത് ശ്വാസകോശ കുഴലുകൾക്കുള്ളിൽ അലർജി മൂലമുണ്ടാകുന്ന ദീർഘകാല പ്രശ്നമാണ്. ഇതിൽ ശ്വാസകോശ കുഴലുകൾ ചുരുങ്ങുകയോ വീർക്കുകയും ചെയ്യുന്നതിനാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. കുട്ടികളിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നിർത്താതെയുള്ള വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ചുമ, രാത്രികാലങ്ങളിൽ ചുമ കൂടുന്നത്, ശ്വാസം എടുക്കുമ്പോൾ നെഞ്ഞിനകത്ത് നിന്ന് ഒരു വീസിങ് സൗണ്ട്, വേഗത്തിൽ ശ്വാസം എടുക്കൽ, കളിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണം തോന്നുക തുടങ്ങിയവയായി വരുന്നത് പൊടിയോടുള്ള അലർജി, പൂമ്പൊടി, മൃഗങ്ങളുടെ രോമങ്ങളോടുള്ള അലർജി, വീടിനകത്തുള്ള പെയിൻറ്റിൻ്റെ വാസന, തണുത്ത കാലാവസ്ഥ, പുക തുടങ്ങിയവയാണ്. എന്നാൽ ചില കുട്ടികൾക്ക് ഇത് പാരമ്പര്യമായിട്ടും വരാം. ലക്ഷണങ്ങളായി വരുന്നത് കുട്ടിക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട്, കുട്ടിയുടെ ചുണ്ടിന് നീല നിറം വരാം, കുട്ടിക്ക് നേരെ നിവർന്ന് നിന്ന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം വളരെ വേഗത്തിൽ എടുക്കുക. ഇവയുണ്ടെങ്കിൽ അടിയന്തരമായ ചികിത്സ അത്യാവശ്യമാണ്. ആസ്മ പരിപൂർണമായി മാറുമോ എന്ന് പല രോഗികളുടെയും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയും ഒരു വലിയ ആശങ്കയാണ്. ഹോമിയോപ്പതിയിൽ ആസ്മ പരിപൂർണമായി മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ. 3-4 മാസത്തെ തുടർച്ചയായ മരുന്നുകൾ കൊണ്ട് യാതൊരു പാർശ്വഫലവുമില്ലാതെ ആസ്മ പരിപൂർണമായി മാറ്റിയെടുക്കാം. പല കുട്ടികളിലും പ്രായം കൂടുന്തോറും ആസ്മയുടെ ബുദ്ധിമുട്ട് കുറഞ്ഞു വരാം. എന്നാലും ശരിയായ ചികിത്സയും നിയന്ത്രണവും അത്യാവശ്യമാണ്. മാതാപിതാക്കൾ ഓർക്കുക, ആസ്മ ഭയപ്പെടേണ്ട ഒരു രോഗമേ അല്ല. ശരിയായ പരിചരണത്തോടെ കുട്ടിക്ക് സാധാരണ ജീവിതം നയിക്കാം.